നമസ്കാരം. സംസ്ഥാനത്ത് പെരുമഴയിൽ 3 മരണം, കനത്ത നാശനഷ്ടം. എറണാകുളത്തെ ലഘു മേഘവിസ്ഫോടനം എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തൃശൂർ പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് അവശനിലയിലായ സ്ത്രീ മരിച്ച വാർത്ത ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പൊന്മാനിക്കുടം സ്വദേശി ഉസൈബയാണ്. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത മഴ വാർത്തയാണ്. മൺസൂണിന് മുൻപ് മഴക്കെടുതി. കാലവർഷം കേരളത്തിലെത്താൻ ഇനിയും 4 ദിവസമുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. പക്ഷേ അതിതീവ്ര മഴയാണ് ഇന്ന് പെയ്തത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ മഴക്കെടുതി വ്യാപകമാണ്. മെട്രോ നഗരമായ കൊച്ചി വെള്ളത്തിൽ മുങ്ങി. ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളം കയറി. കൊച്ചിയിലുണ്ടായത് ലഘു മേഘവിസ്ഫോടനമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്തും കോട്ടയത്തും എല്ലാം മഴ ഭയാനകമായിരുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട്. വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാർ, ഒപ്പം തന്നെ എബിൻ ജോസ് എന്നിവർ തത്സമയം. ആദ്യം അഖിൽ ഷാ അൻസറിലേക്ക്. അഖിൽ ഷാ, ഇപ്പോൾ 2 ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ട് ഉണ്ട്. ഇന്ന് പക്ഷേ വ്യാപക മഴയായിരുന്നു സംസ്ഥാനത്തുണ്ടായതിൽ. കൊച്ചിയൊക്കെ ഏതാണ്ട് നഗരമൊക്കെ പൂർണ്ണമായി മുങ്ങുന്ന തരത്തിലേക്ക് മണിക്കൂറുകളോളം നിന്ന് പെയ്ത മഴ, കളമശ്ശേരിയിൽ ഒക്കെ കനത്ത മഴ. ഇത്തരത്തിലേക്കൊരു മുന്നറിയിപ്പ് നേരത്തെ ഇന്ന് ഉണ്ടായിരുന്നില്ല. ഇതിന് ശേഷമാണ് മുന്നറിയിപ്പുകളൊക്കെ വന്നത്. നിലവിൽ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നിലവിൽ പ്രവചിക്കുന്നത്. കൂടാതെ 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നതുപോലെ ഇന്നലെ രാത്രി മുതൽ എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിൽ, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ വ്യാപകമായി മഴയുണ്ടായിരുന്നു. വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഉച്ചവരെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അലർട്ടുകൾ ഒന്നും തന്നെ ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായത്. കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഒപ്പം പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അലർട്ട് നൽകുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ളൊരു ആരോപണം നിലവിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഒപ്പം ഈ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് കേരള തീരത്തും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം കാലാവസ്ഥ മോശമായി തുടരുകയാണ്. ഒപ്പം കടലാക്രമണത്തിനും അതുപോലെ തന്നെ തിരമാല ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള തീരത്തുൾപ്പെടെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് രാത്രി 11:30 വരെ ഈ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ശക്തമായ കടലാക്രമണത്തിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി അഖിൽ ഷാ, ഇപ്പോൾ ഇത് കാലവർഷം എത്തിയിട്ടില്ല, അതിനു മുൻപ് ഉള്ള മഴയാണ്. അപ്പോൾ അതിന് വിശദീകരണം എങ്ങനെയാണ് വിദഗ്ധർ നൽകുന്നത്? അതിന്റെ കാലവർഷം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കാലാവസ്ഥാ കേന്ദ്രം നിലവിൽ നൽകുന്ന വിവരം പ്രകാരം 4 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരും എന്നുള്ളതാണ്. അതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ വ്യാപകമായി മഴയുണ്ടാകുന്നു, വലിയ മഴക്കെടുതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണത്തിലേക്കൊന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോ എത്തിയിട്ടില്ല. എന്തായാലും 4 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ കാലവർഷം എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. അതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇനി കൊച്ചി നഗരം ഇന്ന് വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൊച്ചിയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? എബിൻ ജോസ് തത്സമയം ചേരുന്നുണ്ട്. എബിൻ, കൊച്ചിയിൽ കളമശ്ശേരിയിലൊക്കെ കനത്ത മഴ, മണിക്കൂറുകളോളം നിന്ന് പെയ്ത മഴ, അതിന്റെ കണക്കുകളൊക്കെ പിന്നീട് പുറത്തു വന്നു. ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും വെള്ളം കയറുന്നു, കടകളിലും വീടുകളിലും ഉൾപ്പെടെ വെള്ളം കയറുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടായിട്ടുണ്ടോ?
അനുജ, ഉച്ചയ്ക്ക് ശേഷമാണ് സ്ഥിതിയിൽ അല്പം മാറ്റം വന്നത്. കാരണം മഴ മാറി നിന്നു, അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി. പക്ഷേ രാവിലെ നമ്മൾ കണ്ടതാണ് ഈ തൃക്കാക്കര, അതുപോലെ തന്നെ കളമശ്ശേരി, അതുപോലെ തന്നെ കൊച്ചിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന തൃക്കാക്കരയിലാണ്. ഇവിടെയൊക്കെ ഏകദേശം മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സാഹചര്യമുണ്ട്. ഇൻഫോ പാർക്ക് മേഖലയിലൊക്കെ ശക്തമായ വെള്ളക്കെട്ടായിരുന്നു. അവിടെയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ചെറിയ തോതിൽ ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. നിലവിൽ മഴയുടെ സാഹചര്യമില്ല. മഴയുടെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആശങ്ക കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും രാത്രിയിൽ മഴ പെയ്താൽ രാവിലെ വീണ്ടും വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. മഴക്കാല പൂർവ്വ ശുചീകരണത്തിലുണ്ടായ പാളിച്ചയാണ് ഈ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമെന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവരും ആരോപിക്കുന്നതാണ്. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ യോഗങ്ങൾ ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ള വാദമൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യം. ഇന്ന് ഉണ്ടായ അസാധാരണമായ മഴയിലാണ് കൂടുതലായി തോടുകൾ കവിഞ്ഞൊഴുകുകയും അതുപോലെ തന്നെ ഈ ഓടകളിൽ നിന്ന് വെള്ളം കയറുകയും ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്നതാണ് ഏക ആശ്വാസം. അനുജ, അതെ, ഉച്ചയ്ക്ക് ശേഷം മഴ തോർന്നു നിൽക്കുകയാണ്. പക്ഷെ പലയിടത്തും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ദുരിതം പേറുകയാണ് എറണാകുളത്ത് ഉള്ള ആളുകൾ. നഗരത്തിൽ വെള്ളക്കെട്ട്, ഗതാഗതക്കുരുക്കുമൊക്കെ രൂക്ഷമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ടത്. താഴ്ന്ന ഇടങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളി എന്ന വിമർശനം ശക്തമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യോഗങ്ങൾ ചേരുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നുവെന്നാണ് മന്ത്രി പി രാജീവിന്റെ വിശദീകരണം. വെള്ളക്കെട്ടുണ്ടായ വിവിധ ഇടങ്ങൾ മന്ത്രി ഇന്ന് സന്ദർശിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം അമ്പേപാളിയതോടെയാണ് കൊച്ചിയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലേക്ക് പോയത്. മഹാനഗരം ഇങ്ങനെ വെള്ളത്തിനടിയിലായതിൽ ഭരണകൂടത്തിനുള്ള പങ്ക് ചെറുതല്ല. മഴ കനത്തതോടെ കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി. ഇടപ്പള്ളി, തൃക്കാക്കര, ഇൻഫോ പാർക്ക് മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കേരളത്തിലെ IT ഹബ്ബ്, രാജ്യാന്തര കമ്പനികൾ നിരവധി പ്രവർത്തിക്കുന്നിടം. പക്ഷേ ഒറ്റമഴയിൽ ഇൻഫോ പാർക്ക് പാടെ മുങ്ങിപ്പോവുകയാണ്. രാജ്യാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ IT ഹബ്ബ് പക്ഷേ മഴയൊന്നാഞ്ഞു പെയ്തപ്പോൾ വെള്ളത്തിലായി. കഴിഞ്ഞ മഴയിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയപ്പോൾ ഇനി ഇത് ഉണ്ടാകില്ലെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. 5 ദിവസത്തിനിപ്പുറം വീണ്ടും സ്ഥിതി പഴയതുതന്നെ. സമീപത്തുള്ള കനാൽ പോള നിറഞ്ഞുകിടക്കുന്നത് ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ടിനെ ബാധിക്കുന്നുണ്ട്. നടക്കാൻ പറ്റുന്നില്ല ഒന്ന്. പിന്നെ വണ്ടി ഇതപ്പോ കാറ് ഞാൻ വൈഫിനോട് വെയിറ്റ് ചെയ്യാ. കാല് ഫുള്ള് ഇതായി കിടക്കല്ലേ. ഓഫീസിനകത്തും വെള്ളം കയറിയിട്ടുണ്ട്. തൃക്കാക്കരയിലെ 20ഓളം വീടുകളിലും വെള്ളം കയറി. 14-ാം വാർഡിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവായി. അഴിയുന്ന കുറെ സാധനങ്ങളൊക്കെ വെള്ളം കയറിയും പോയി. എന്തു പറയാനാണ്, മുട്ടിന് മേളിലും അകത്ത് വെള്ളം. ഈ വെള്ളമെല്ലാം കൂടെ എന്താ ഇങ്ങോട്ട് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ മേല. ഞങ്ങളിവിടെ വന്നിട്ട് 30 കൊല്ലമായി. ഇത്രയും വെള്ളക്കെട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ജില്ലയിൽ 2 ഇടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ മൂലം യോഗങ്ങൾ ചേരുന്നതിൽ പരിമിതിയുണ്ടായി. എങ്കിലും സാധ്യമാകുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന മന്ത്രി പി രാജീവ്. വെള്ളക്കെട്ടുണ്ടായ വിവിധയിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. ക്യാമ്പ് 2 സ്ഥലത്ത് തുറന്നിട്ടുണ്ട്, കളമശ്ശേരി മെച്ചംടി സ്കൂളിലും. പക്ഷെ വലിയ തോതിൽ ആളില്ല. 2 പേരൊക്കെ വന്നിരുന്നത്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് അവർ തിരിച്ചു പോകുമെന്നാണ് കണക്കാക്കുന്നത്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും താഴ്ന്നയിടങ്ങളിൽ വെള്ളം കയറി. ഇടപ്പള്ളിയിൽ വീടുകളിലും ഹോട്ടലുകളിലും കടകളിലും വെള്ളം കയറി. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി P&D കോളനി നിവാസികൾക്ക് മുണ്ടൻവേലിയിൽ നൽകിയ ഫ്ളാറ്റുകൾ മഴയിൽ ചോർന്നൊലിച്ചു. ഇതിനു മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ ഇത് ഇവരായിട്ട് ടേക്കപ്പ് ചെയ്താണ്, KMRലായിട്ട് ടേക്കപ്പ് ചെയ്താണ്. അത് കലുങ്ക് നേരത്തെ തീർത്ത് അതിന്റെ അടിയിലുള്ള കോൺക്രീറ്റും കരിങ്കല്ലും കട്ടകളും എല്ലാം മാറ്റി കളയണമെന്നും അതിന്റെ അടിയിൽ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്, അത് മാറ്റി സ്ഥാപിക്കണമെന്നും എല്ലാം പറഞ്ഞിരുന്നതാണ്. ഒരു നടപടി ഉണ്ടായില്ല. റോഡിന്റെ ശാസ്ത്രീയമായ നിർമ്മാണം അതിന്റെ കാര്യമല്ല. നമ്മുടെ കാനകൾ അതിന്റെ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. ആ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണം. കാനല അഴുക്കുകളൊക്കെ വാരിക്കളയുക, അതൊന്നും ചെയ്യുന്നില്ല. അത് വെള്ളക്കെട്ടിന്റെ മെയിൻ കാര്യം. കണ്ണമാലി സൗദി പള്ളിക്ക് സമീപവും ഫോർട്ട് കൊച്ചിയിലും വള്ളം മറിഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തൃക്കാക്കര കൈപ്പടമുകളിലും അമ്പലമുകൾ ഏറ്റിക്കരയിലും കാർ വെള്ളത്തിൽ വീണു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വീട്ടിലും ഡോക്ടർ ലീലാവതി ടീച്ചറുടെ വീട്ടിലും വെള്ളം കയറി. പുസ്തകശേഖരം വെള്ളത്തിൽ മുങ്ങി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസിന് മുകളിൽ മരം വീണു. മണിക്കൂറുകളോളം കൊച്ചിയിൽ പെയ്ത മഴ ജനജീവിതത്തെ ദുരിതത്തിലാക്കി. വരും ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. മഴ കനത്താൽ നഗരമേഖലകളിലേക്കടക്കം വെള്ളക്കെട്ടുണ്ടാകും. അശ്വിൻ പാലാഴിക്കും വിഷ്ണു സുരേഷിനുമൊപ്പം വിനീത VG 24 കൊച്ചി.
കൊച്ചിയിൽ ഇന്നുണ്ടായ കനത്ത മഴയ്ക്ക് കാരണം ലഘുമേഘ വിസ്ഫോടനമാകാമെന്നാണ് ക്യുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. സംസ്ഥാനത്ത് അടുത്ത കാലത്ത് മാത്രം കേട്ടു തുടങ്ങിയ മേഘവിസ്ഫോടനം എന്ന പ്രതിഭാസം എന്താണ്? പരിശോധിക്കാം. ചെറിയൊരു പ്രദേശത്ത് ചുരുങ്ങിയ സമയത്ത് പെരുമഴ പെയ്യുന്ന പ്രതിഭാസത്തെയാണ് മേഘവിസ്ഫോടനമെന്ന് വിളിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം മണിക്കൂറിൽ 10 സെന്റിമീറ്റർ അഥവാ 100 മില്ലിമീറ്റർ മഴ പെയ്താൽ അതിനെ മേഘവിസ്ഫോടനമെന്ന് വിളിക്കാം. കൊച്ചിയിൽ ഇന്ന് സംഭവിച്ചത് ലഘു മേഘവിസ്ഫോടനം അഥവാ മിനി ക്ലൗഡ് ബേസ്റ്റ് ആണെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. രണ്ട് മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴ പെയ്യുന്നത് ലഘു മേഘവിസ്ഫോടനം. മേഘവിസ്ഫോടനം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയുണ്ടാക്കാറുണ്ട്. കൊച്ചി പോലുള്ള നഗരങ്ങളിലെ അശാസ്ത്രീയ നിർമ്മാണ രീതികൾ കൂടിയാകുമ്പോൾ പ്രത്യാഘാതങ്ങൾ വലുതാകാനാണ് സാധ്യത. വലുപ്പമേറിയ മേഘങ്ങളായ കുമുലോ നിംബസ് അഥവാ കൂമ്പാര മേഘങ്ങളാണ് മേഘവിസ്ഫോടനത്തിന് കാരണക്കാർ. ഏറെ പ്രത്യേകതയുള്ള ഈ മേഘങ്ങൾ പെയ്തൊഴിയുന്നത് കനത്ത മഴത്തുള്ളികളായാണ്. മേഘവിസ്ഫോടനം മുൻകൂട്ടി തിരിച്ചറിയാനോ പ്രവചിക്കാനോ പ്രയാസമാണ്. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ അല്പം മുൻപ് മാത്രമാണ് ഇവയെ കണ്ടെത്താനാകുക. റിസർച്ച് ഡെസ്ക് 24. വടക്കൻ കേരളത്തിലും വിവിധയിടങ്ങളിൽ ഇന്ന് കനത്ത മഴയാണ് ഉണ്ടായത്. കനത്ത മഴയിൽ തലശ്ശേരി മാഹി ബൈപ്പാസിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഉദ്ഘാടനം കഴിഞ്ഞ് 2.5 മാസം മാത്രം പിന്നിടുന്ന പാതയാണ് ഒറ്റ പെരുമഴയിൽ മുങ്ങിയത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. 2.5 മാസം മുൻപാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രക്കാർക്കായി തുറന്നു നൽകിയത്. പക്ഷെ 1.5 മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും ബൈപ്പാസിലെ പലയിടങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങി. വാഹനയാത്രികർ കുരുക്കിലായി. പലയിടങ്ങളിലും സർവീസ് റോഡിനേക്കാൾ മീറ്ററുകൾ ഉയരത്തിലാണ് ബൈപ്പാസ്. എങ്കിലും വെള്ളം വാർന്നു പോകാൻ മതിയായ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിയായത്. ബൈപ്പാസിലെ ചോനാടം ഭാഗത്താണ് കനത്ത മഴയിൽ ആള് നിന്നാൽ അരയ്ക്കൊപ്പം വെള്ളക്കെട്ട് ഇന്ന് രൂപപ്പെട്ടത്. ഇതുപോലെ റോഡ്, ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തിന് നേരെ എതിർഭാഗത്ത് മീറ്ററുകൾ താഴെയാണ് സർവീസ് റോഡുള്ളത്. വെള്ളം ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഒഴുകിപ്പോകുന്നതിന് ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പൈപ്പ് വെച്ച് താഴേക്ക് വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഡിസൈനിങ്ങിൽ പലയിടത്തും, നിർമ്മാണ ഘട്ടത്തിലും പലയിടത്തും പിഴവുണ്ടായതാകാം ഇങ്ങനൊരു പ്രതിസന്ധിക്ക് കാരണം എന്നതാണ് വിലയിരുത്തൽ. കരാർ കമ്പനി പ്രതിനിധികളും NHAIയുടെ ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്ത് പരിശോധന നടത്തി. എങ്കിൽ കൂടിയും ഇത്തരം പല സ്ഥലങ്ങളിലും സമാനമായി നിർമ്മാണ സമയത്ത്, നിർമ്മാണ ഘട്ടത്തിലും മറ്റും ഈ പൈപ്പുകൾ, ഇത്തരം പൈപ്പുകൾ അല്ലെങ്കിൽ വെള്ളം കൃത്യമായി വാർന്നു പോകാൻ ഓരോ സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ചുള്ള ഡിസൈനിങ് വേണ്ടതുണ്ട്. ആ കാര്യത്തിലുള്ള പിഴവാണ് റോഡ് ഉയർന്ന ഭാഗത്ത് നിന്നിട്ട് പോലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ദേശീയപാത നിർമ്മാണത്തെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ ഉദ്ഘാടന വേളയിൽ ധാരാളം കണ്ടതാണ്. ടോൾ നൽകിയാണ് യാത്രക്കാർ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്നത്. യാത്രക്കാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും മറുപടി പറയേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പക്ഷേ അത് സംഭവിക്കാറില്ലെന്ന് മാത്രം. ഇതുപോലെ പൈപ്പുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും പ്രയോജനമില്ലെന്ന് മാത്രം. ഈ കാണുന്നത് പോലെ ഉയർത്തി നിർമ്മിച്ച റോഡിൽ പോലും വെള്ളക്കെട്ട് ഒരുക്കുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ഇന്നും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു. ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി. മനുഷ്യൻ ഇയലുകളെപ്പോലെ മരിക്കുന്നത് നിത്യസംഭവമായിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ല. ഹാർബർ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയടക്കം നിരവധി കാര്യങ്ങളിൽ പഠനം നടക്കുന്നതല്ലാതെ നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. മുതലപ്പുഴയിലെ അപകട പരമ്പരയ്ക്ക് കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം എന്നാണ് റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെ വിമർശിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മരണക്കെണിയാണ് ഇവിടം. ഇന്നും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി കടലിൽ കയ്യും കാലും ഇട്ടടിക്കുമ്പോൾ സർക്കാർ മൗനത്തിലാണ്. രാവിലെ 6 മണിയോടെയായിരുന്നു ഇന്നത്തെ ആദ്യ അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് വരുന്നതിനിടെ അഞ്ചുതെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ വെള്ളം അപകടത്തിൽപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേർ ശക്തമായ തിരമാലയിൽ കടലിലേക്ക് വീണു. മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാം മരിച്ചു. അതായത് കാറ്റ് വരുമ്പോഴും വെള്ളം അവർ ഇതിനകത്ത് കയറാൻ തന്നെ നോക്കും. അപ്പോഴായിരുന്നു അവർ തിരയിൽ അകപ്പെടുന്നത്. തിരയിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നപ്പോൾ ഭയം ഇല്ലാത്തവരായിരുന്നാലും ഈ അവരെ ചുഴിയല് കൊണ്ടിട്ട് അവരെ അങ്ങനെയാണ് ഓരോരുത്തർക്ക് അപകടം സംഭവിക്കുന്നത്. ഏഴുമണിയോടെ മറ്റൊരു വള്ളവും തിരയിൽപ്പെട്ട് മറഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടതിനാൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല. ഈ വർഷം ഇതുവരെ 11 അപകടങ്ങളാണ് മുതലപ്പുഴയിലുണ്ടായത്. മുതലപ്പൊഴി മരണപ്പൊഴിയായി തന്നെ തുടരാൻ കാരണമെന്ത്? അപകടത്തിൽപ്പെട്ട് നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ഇത് വെള്ളം ഓടിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ ഒരു 4-5 കടൽ വന്ന് അത് വള്ളം പൊത്തി ചാടിയുന്നു. എന്നുവെച്ചാൽ കടലിൻ്റെ പുറത്തൂടെ ചാടിയുന്നു. അന്ന് നമ്മളെ ജീവനൊക്കെ പോയെന്നാണ് അന്ന് സംഭവിച്ചത്, വിചാരിച്ചത് മനസ്സിൻ്റെ അകത്ത്. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് പ്രദേശത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 440 മീറ്റർ നീളത്തിലും 90 മീറ്റർ വീതിയിലുമാണ് മുതലപ്പൊഴിയിൽ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇവിടെ 70-ലേറെ ജീവനുകൾ അപകടങ്ങളിൽ പൊലിഞ്ഞു. തിരയുടെ ശക്തിയിൽപ്പെട്ട് മറയുന്ന ബോട്ടുകളും വള്ളങ്ങളും പൊഴിയിലെ കരിങ്കല്ലുകളിലും ടെട്രോപോഡുകളിലും ഇടിച്ചു തകരും. പാറക്കല്ലുകളിൽ കുരുങ്ങിയും തലയിടിച്ചുമാണ് ഏറെയും മരണങ്ങൾ. കടലിനും കാലമുണ്ട്. വടക്കൻ കടലും നേരുകടലും മുതലപ്പൊഴിക്കാർക്ക് കെട്ട കാലമാണ്. ദാ ഇക്കാണുന്ന ഇവിടെ മണലടിയും, തിര ഉയരും, മണൽത്തിട്ടയിൽ തട്ടി വള്ളങ്ങൾ മറിയും. മണലെടുത്തുകൊണ്ടു പോകുന്ന തെക്കൻ കടലിൽ മാത്രമാണ് മുതലപ്പൊഴിക്കാർക്ക് ഏക പ്രതീക്ഷ. പുലിമുട്ടിന്റെ പ്രവേശന കവാടത്തിൽ മണൽ നിറഞ്ഞ് ആഴം കുറഞ്ഞതാണ് അപകടങ്ങൾ കാക്കം കൂട്ടിയത്. മണൽ ഡ്രഡ്ജ് ചെയ്ത് നീക്കി പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 2022-ൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടിയപ്പോൾ അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നു. ഇപ്പോൾ അദാനി ഗ്രൂപ്പിനാണ് മണ്ണ് നീക്കാനുള്ള ചുമതല. വിഴിഞ്ഞം പോർട്ടിനായി മുതലപ്പൊഴിയിലെ സൗകര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ എല്ലാ വർഷവും കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്താമെന്ന് കരാറുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പാതി വഴിയിൽ നിലച്ചു. സർക്കാരും അദാനിയുമായിട്ട് ചേർന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളിയായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ ഞങ്ങളെ പറ്റിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നത്. അവർ മണ്ണ് റദ്ദില്ല, പക്ഷെ അവരത് മുഖവിലക്കെടുത്തില്ല. അതാണ് ഈ അപകടങ്ങൾ തുടർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുലിമുട്ടിന്റെ വീതി 60 മീറ്ററായി കുറഞ്ഞു. 6 മീറ്റർ ആഴം വേണ്ടിടത്ത് 2 മീറ്ററോളം മാത്രമാണ് ആഴമുള്ളത്. മരണക്കെണിയായ മുതലപ്പൊഴിയിലെ അപാകതകൾ പരിഹരിക്കാനായി നടന്ന പഠന പരമ്പരകളെല്ലാം പ്രഹസനമായി മാറുന്ന കാഴ്ചകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 13 വർഷത്തിനിടെയുണ്ടായ 7 പഠനങ്ങളിലെ പ്രധാന ശുപാർശകളായ പൊഴിയുടെ ആഴം കൂട്ടലും മണൽ മാറ്റി നിക്ഷേപിക്കലും ഇതുവരെ കാര്യമായി നടന്നിട്ടില്ല. ഈ കല്ല് വരുന്നതിന് മുമ്പ് ഇവിടെ കടപ്പുറം ഉണ്ടായിരുന്നു 5 തെങ്ങ് ദേശങ്ങളിൽ. അവിടെ വള്ളങ്ങളൊക്കെ ഞങ്ങൾ റെസ്റ്റ് സീസണിലൊക്കെ സുഖമായിട്ട് പോകുമായിരുന്നു. വള്ളം കമരും, അപകടങ്ങളില്ല, മരണങ്ങളില്ല.
ഞങ്ങൾക്കറിയാം, മനസ്സുറപ്പുണ്ട്, നീന്തി വരും, ഞങ്ങൾ കരയ്ക്ക് നീന്തി വരും. പക്ഷേ ഇവിടെ നീന്താൻ വേണ്ടി എന്താണ് സൗകര്യം? നീന്തി കഴിഞ്ഞാൽ കല്ലിനകത്ത് ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല. അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ ഇന്ന് വിശദമായ സിറ്റിംഗ് നടന്നിരുന്നു. മേഖലയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ഫലപ്രദമായ യാതൊരു നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നാണ് കമ്മീഷന്റെ തന്നെ വിമർശനം. ഇതുവരെയുള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് പദ്ധതികൾ സമർപ്പിച്ചുവെന്നും അംഗീകാരം ലഭിച്ചില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അംഗീകാരം ലഭിച്ചാലും എത്ര കാലം കൊണ്ട് ഇത് നടപ്പിലാക്കും? അതുവരെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ആര് സമാധാനം പറയും? മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരിന് വിശ്വാസമില്ല. ഇനി അപകടങ്ങൾ ഉണ്ടാകും, അതിലൊരു മാറ്റമില്ല. ഇനി വരാൻ പോകുന്നത് ആനയടിയാണ്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കനക്കും, കടൽ കൊള്ളും. പട്ടിണിയാകുമ്പോൾ സ്വാഭാവികമായും ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകും. തിരികെ തീരം തൊടാറാകുമ്പോൾ വള്ളം മറിഞ്ഞു മരിക്കും. അപ്പോഴും സർക്കാർ നിസ്സംഗത തുടരും. ക്യാമറാമാൻ ജിനോസ് രാജിനും ജിതിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഈ തൃശൂർ പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച അവശനിലയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പൊന്മാനിക്കുടം സ്വദേശി ഉസൈബയ്ക്കാണ് സെയിന്റ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 180ഓളം പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്നാണ് പരാതി. ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിക്കഴിച്ച ഉസൈബ് ഉൾപ്പെടെ 4 പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത്. ഇവരെ പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ പുലർച്ചെ 3 മണിയോടെയായിരുന്നു മരണം. ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങിക്കഴിച്ച 27 പേർക്കും പിന്നീട് 84 പേരും ഇന്നലെ വൈകിട്ട് 178 പേരുമാണ് ചികിത്സ തേടിയത്. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 24 തൃശൂർ. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.